നിരീക്ഷകൻ ഷാബു പ്രസാദ് ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, വളരെ സർപ്രൈസിംഗ് ആയ ഒരു തീരുമാനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ പോലൊരാളിനെ, അതായത് എപ്പോഴും നമ്മളിത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരുപാട് നാളുകളായി ഈ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും BJP അല്ലെങ്കിൽ ഒരു RSS പശ്ചാത്തലം ഇല്ലാത്ത ഒരു നേതാവിനെ കേരളം പോലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും രാഷ്ട്രീയ മനോഭാവവും ഒക്കെ ഉള്ള ഒരു നാടാണ് കേരളം. ആ കേരളത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ കേരളം ഈ പറഞ്ഞ പോലെ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാവണം കേരളത്തിലേക്ക് വേണ്ടിയിട്ട് BJP ഒരു പ്രത്യേക തീരുമാനം എടുത്തത്. അതായത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള താല്പര്യങ്ങൾക്കും അതീതമായി ഫ്രഷായിട്ട് അദ്ദേഹത്തിന് ഒരു മുൻവിധികളുമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയും. അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്. അതുകൊണ്ട് കാര്യങ്ങളെ പ്രൊഫഷണലി നോക്കിക്കാണാനും അദ്ദേഹത്തിന് കഴിയും. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഇത് നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം തന്നെയും ഇത് ഒരു പുതിയ അനുഭവമാണ്, ഒരു പുതിയ രാഷ്ട്രീയ അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശിവപ്രസാദ്, കേരളത്തിലെ ഒരു ഗ്രൂപ്പിസം നമുക്കത് അറിയാം. വി മുരളീധരൻ പക്ഷം, കൃഷ്ണദാസ് പക്ഷം, അങ്ങനെ അതിനൊപ്പം ശോഭാ സുരേന്ദ്രനും ഇടയ്ക്കിടയ്ക്ക് ഉള്ള പൊട്ടിത്തെറികൾ, അത്തരത്തിൽ ഒരു ചെറിയ ഗ്രൂപ്പിസം അത് എല്ലാ പാർട്ടികളിലും പോലെ BJPയിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനം. ഒന്നിലും പെടാത്ത ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് BJPയുടെ കേരള ഘടകത്തെ അത് എത്രത്തോളം സ്വാധീനിക്കും? നോക്കൂ, BJP ഒരു കേഡർ പ്രസ്ഥാനമാണ് എന്നതിനോടൊപ്പം തന്നെ ഇതൊരു വലിയ ബഹുജന പ്രസ്ഥാനവുമാണ്. വളരെ താഴ്ന്ന തലങ്ങളിൽ നിന്ന് ഇപ്പം ശോഭാ സുരേന്ദ്രനായാലും ശരി, MT രമേശ് ആയാലും ശരി, സുരേന്ദ്രനായാലും ശരി, മുരളീധരനായാലും ശരി, കൃഷ്ണദാസ് ആയാലും ശരി, ഇവരെല്ലാവരും തന്നെ BJPയുടെ എല്ലാ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴ്ന്ന തലങ്ങളിൽ നിന്ന് വർക്ക് ചെയ്ത് ഉയർന്നു വന്നവരാണ്. കാര്യം ഇവരെല്ലാവരും നേതൃത്വ സംഘടനയെ നയിക്കാൻ പ്രാപ്തരുമാണ്. അങ്ങനെ ഒരു അതുമല്ല, അഭിപ്രായങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും എല്ലാം ഇവിടെ സ്പേസുമുണ്ട്. പലരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ സംഘടനാ താല്പര്യം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും സ്ഥാനമില്ല. അവിടെ സംഘടനയുടെ അന്തിമമായ തീരുമാനങ്ങൾക്ക് മാത്രമായിരിക്കും അവിടെ സ്ഥാനം ഉണ്ടാവുക. ഇത് വളരെ കൃത്യമായിട്ട് പല വട്ടം BJP തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അവസാനം നമ്മൾ പാലക്കാട്ടെ ഇഷ്യൂ, പാലക്കാട്ട് പലതരത്തിലുള്ള ഇങ്ങനെ പല വിഭാഗീയ പ്രവർത്തനമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പല പ്രവണതകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്താണ് സന്ദീപ് വാര്യരെ BJP ഇങ്ങോട്ട് വിട്ടുപോകുമ്പോൾ അവിടുന്ന് 8-10 കൗൺസിലർമാർ പോകും, 100 കണക്കിന് BJP പ്രവർത്തകർ വിട്ടുപോകും, അദ്ദേഹത്തിന്റെ ഒപ്പം പോകും എന്നൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചത്. അദ്ദേഹവും പിന്നെ ഇവിടുത്തെ മാധ്യമങ്ങളും BJPയുടെ രാഷ്ട്രീയ എതിരാളികളും എല്ലാം പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. കാര്യം അവിടെ സംസ്ഥാനത്തിന്റെ താല്പര്യം എന്ന ആ ഒരു ചോദ്യം മുമ്പിൽ വരുമ്പോൾ അവിടെ പിന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇങ്ങനെ കാര്യങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഇതിപ്പം BJP ഔദ്യോഗികമായി തന്റെ തീരുമാനമെടുത്തു കഴിഞ്ഞു, കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി ആ തീരുമാനത്തിനോടൊപ്പം അങ്ങോട്ട് പോവുക എന്നുള്ളതുണ്ടോ? അവിടെ വേറെ പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളും പിന്നെയുള്ള അതിനൊന്നും ഇനി സ്ഥാനമില്ല. അതങ്ങനെ തന്നെ ഈ തീരുമാനത്തിനോടൊപ്പം തന്നെ പരമാവധി അവരവരെ കൊണ്ട് കഴിയുന്നത്ര രീതിയിലുള്ള സംഭാവനകൾ പാർട്ടിക്ക് നൽകി മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയുള്ളൂ. അത് തന്നെ സംഭവിക്കുകയുള്ളൂ. അല്ല മറിച്ചൊന്നും ഇവിടെ സംഭവിക്കാൻ പോകും. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക എന്ന തീരുമാനം അത് BJP പല സമയത്തും അത് പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. അതിനൊരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തുമ്പോൾ അത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ആശ്വാസകരമായിരിക്കില്ലേ? എല്ലാ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ഒപ്പമുണ്ടാവണം, അവരുടെ പിന്തുണ ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹവും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങളും പ്രവർത്തികളും ഒക്കെ സ്വാഭാവികമായ കാര്യമല്ലേ? അതുണ്ടാകും. അത് ഇനിയിപ്പം ആരും നേതൃത്വത്തിലേക്ക് വന്നാലും ശരി, തീർച്ചയായും BJPയുടെ ഔദ്യോഗിക നിലപാടാണത്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ.
അതിന് ഈ ആ ഒരു നിലപാടിനോടും ആ ഒരു നയത്തിനോടും ഒന്നും പ്രത്യേകിച്ച് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും അല്ലെങ്കിലും അതിനൊന്നും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.